ഹലോ, നമസ്കാരം. മാരിവെല്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ് കണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ശ്രുതി രാമചന്ദ്രൻ, വിൻസി അലോഷ്യസ്, അതുപോലെ നമ്മുടെ എന്താ പറയാ, അത് ഖാലിദ്, അതായത് സർജനോ ഖാലിദ്, അങ്ങനെ എന്താണ് പുള്ളീന്റെ പേര്. അതുപോലെ നമ്മുടെ ഇന്ദ്രജിത് സുകുമാർ, ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. പെരുമാനി എന്ന് പറഞ്ഞ സിനിമ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ലാസ്റ്റ് ടൈമിൽ വെച്ചിട്ട് അവര് ഈ തിയേറ്ററിൽ നിന്ന് ആ സിനിമ മാറ്റി. അപ്പൊ പിന്നെ വേറൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിലേക്ക് എത്താനുള്ള സമയമില്ല. ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും മാരിവില്ലിൻ ഗോപുരങ്ങളാണ് ആകെ കാണാനുള്ള ഒരു ഓപ്ഷൻ. ബാക്കിയുള്ള സിനിമയെ കണ്ടതാണ്. അതുകൊണ്ട് ആ സിനിമയ്ക്ക് കയറി കഴിഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. അതായത് ഞാൻ ചെയ്ത് ലോക മണ്ടത്തരായി പോയി. പെരുമാനിക്ക് ആ സിനിമ ഇല്ലെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. 140 രൂപയും കൊടുത്ത് കടിക്കണ പട്ടിനെ മേടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. കയറി കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ. ഇതിൽ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ ആ സോങ് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് ലൈൻസ് ഒക്കെ ഇങ്ങനെ പാടി പോകുന്നുണ്ട്. അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയിലെ മുരളീന്റെ പെങ്ങള മോനായിട്ട് ചെയ്തിട്ടുള്ള ചെക്കനുണ്ടല്ലോ, അവൻ ഇതിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫ് വലിയ രസമൊന്നുമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇന്ദ്രയിത്തും അവനും തമ്മിലുള്ള ആ ഒരു കണക്ഷനും ആ ഇമോഷനും ഒക്കെ കുറച്ച് രസമായിട്ട് ഫീൽ ചെയ്തു. അതർവൈസ് ഇതിൽ എടുത്തു പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ. ഒന്ന്, ഇതൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ആസിഫിക്കയാണ്. ആസിഫിക്കയുടെ ക്യാരക്ടർ ആകെ 2 സീനേ ഉള്ളൂ. ആ സീൻ നൈസ് ആയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു ആർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് വരിക, പെർഫോം ചെയ്യുക, പോവുക. അതുകൊണ്ട് വലിയ ബോറൊന്നും ഇല്ലാണ്ട് കണ്ടിരിക്കാം. പിന്നെ സലീമേട്ടന് ഇതുപോലെ 2 സീനേ ഉള്ളൂ. ആ 2 സീനിലും പുള്ളിന്റെ ആ ഒരു പൊതുവെയുള്ള ഒരു ശൈലി ഉണ്ടല്ലോ, ആ ഒരു ചിരിയും കളിയാക്കിയിട്ടുള്ള ആ ഒരു കൊക്കിപ്പാറിയുള്ള ചിരിയും പുള്ളിന്റെ ഡയലോഗ് ഡെലിവറിയും അതും രസമായിട്ട് ഫീൽ ചെയ്തു. അതർവൈസ് ഇതൊരു വളരെ മോശം അനുഭവമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര മോശം. സെക്കൻഡ് ഹാഫിലേക്ക് പിന്നെ നമ്മളൊരു 140 രൂപ ടിക്കറ്റ് കൊടുത്തല്ലോ, അതുകൊണ്ട് കണ്ടിരിക്കാം എന്നുള്ളൊരു ഫീലാണ് തന്നിട്ടുള്ളത്. ഞാനിത് ചുമ്മാ പറയുന്നില്ല, എനിക്കിത് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. കുറേയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2000-ലോ 2005-ന്റെ ഒക്കെ ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ വർക്കൗട്ട് ആകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. ഇപ്പൊ അത് എന്തായാലും പോവില്ല. ഇല്ലെങ്കിൽ അവരത് കുറച്ചും കൂടി ഒരു ഫീൽ ഗുഡ് ലൈനാണ് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് ഒട്ടും ഫീൽ ഗുഡ് അല്ലായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ രസമായിട്ട് അത് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് ഫീലെങ്കിലും തരാൻ സിനിമയ്ക്ക് കഴിയായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ദ്രജിത്ത്. നമുക്കറിയാം, പൃഥ്വിരാജ് ആണോ ഇന്ദ്രജിത്താണോ ഏറ്റവും നല്ല നടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 80% ആളുകളെങ്കിലും പറയുക ആടുജീവിതത്തിന് മുമ്പോട്ട്. ആടുജീവിതം കഴിയുമ്പോൾ ഇനി മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ദ്രജിത്തിനായിരിക്കും പറയാം. പുള്ളിക്കാരന്റെ അഭിനയം വേറൊരു സ്റ്റൈലാണ്. പക്ഷെ ഈ സിനിമയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ദ്രജിത്ത് പൃഥ്വിരാജിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീല്. കുറേ സ്ഥലങ്ങളിൽ പുള്ളിന്റെ കാട്ടിക്കൂട്ടലാണെങ്കിലും ചില ചിരിയാണെങ്കിലും ചില ഞെട്ടലുകളാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ ഫീൽ ചെയ്യുക. അതെന്താ എനിക്കറിയില്ല. ക്യാരക്ടർ ഒട്ടും പുള്ളിക്കാരന് കംഫർട്ട് അല്ലാത്ത പോലെ, ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഉടനീളം സിനിമയിൽ. അത് കരയുന്ന ഒരു സീനുണ്ട്, ചില കോമഡി പറയുന്ന സീനുണ്ട്. ഒന്നും വർക്കൗട്ട് ആവാത്ത പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ ക്യാരക്ടറിന് ഒട്ടും മാച്ച് അല്ല ഇന്ദ്രജിത്തിന് തോന്നിപ്പോയി. അതിൽ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിന് ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇന്ദ്രജിത്തിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആ കാര്യം പുള്ളിക്കാരൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതർവൈസ് ബാക്കിയുള്ള എന്താ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, നായികയും നായകനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ആണെങ്കിലും ഒക്കെ എവിടെ ഒരു നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇന്ദ്രജിത്തിന്റെ ഒരു എസെൻസ് എവിടെ നഷ്ടപ്പെട്ട പോലെ എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ ആ സ്റ്റോറിന്റെ പ്രശ്നമാണോ അതിനിപ്പോൾ ഞാൻ കണ്ടതിന്റെ പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല. എന്നാലും എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കത് ഒട്ടും രസമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പറയേണ്ടത് ഈ ശ്രുതി രാമചന്ദ്രൻ, അതുപോലെ വിൻസി അലോഷ്യസ്. ഈ വിൻസി അലോഷ്യസിന്റെ കേസിൽ വരുമ്പോൾ പുതുമ ഒന്നും പറയാനില്ലാത്ത ക്യാരക്ടറാണ്. മാത്രമല്ല, പേരുള്ളൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ അവർ ചെയ്യുന്ന അത് ആ സിനിമയിൽ തന്നെയാണോ, അതിൽ തന്നെയാണോ എനിക്കറിയില്ല. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഇനി മാറിപ്പോയെന്ന് അറിയില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. അവർ ചെയ്തു വെച്ചിട്ടുള്ള പേരിലൂരിൽ പുള്ളിക്കാരില്ല തോന്നുന്നു. ഇനി ഏതൊരു സംഭവം, അവര് കല്യാണം കഴിച്ചിട്ട് ഈ ഭർത്താവിനെ വേണ്ടെന്ന് പറഞ്ഞു പോവുകയും പിന്നെ ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ തിരിച്ചു വരാൻ ശ്രമിക്കും. അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ, എനിക്ക് ആ നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുന്നറിയില്ല. എന്തായാലും അതിൽ ആ ക്യാരക്ടർ അതുപോലെ കൊണ്ടുവച്ച പോലെ ഉണ്ട്. സെയിം മാനറിസം, സെയിം ഡയലോഗ് ഡെലിവറി, സെയിം കാട്ടിക്കൂട്ടൽ, അങ്ങനത്തെ ഒരു സംഭവം ഫീൽ ചെയ്തു. പിന്നെ ശ്രുതി രാമചന്ദ്രൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സെയിം അഭിനയം, സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതിൽ പുതുമയൊന്നുമില്ല. പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ക്രിഞ്ച് എന്ന് പറയില്ല, അങ്ങനെ ക്രിഞ്ച് അടിച്ചു പോയത് എനിക്ക് സിനിമയിൽ. എനിക്ക് പൊതുവെ അങ്ങനെ അധികം ഒന്നും അങ്ങനെ തോന്നാറില്ല. പക്ഷെ ഇതിലങ്ങനെ ഒരു 3-4 സ്ഥലങ്ങളിൽ കട്ട ക്രിഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഇവർ തമ്മിൽ പറയുന്ന കോമഡി അങ്ങനെ വർക്കൗട്ട് ആവുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര അനാവശ്യമായിട്ടുള്ള ചില ഡയലോഗ്സ് ഒക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തോന്നി. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഒരു സീനിൽ ഒരു തമാശ, നമുക്ക് തമാശ വർക്കൗട്ട് ആയില്ലെങ്കിലും അവർ തമാശ എന്ന് വിചാരിക്കുന്ന ഒരു സംഭവം നടന്നു. അതിനുശേഷം അവർ കാറിൽ പോവാ, സെയിം സംഭവം, സെയിം ഷോട്ട്, സെയിം ഫ്രണ്ട് നിന്ന് ക്യാമറ, ഈ ചില്ലിന്റെ പുറത്തുനിന്നുള്ള ഷോട്ട്, ഫ്രണ്ട് ഗ്ലാസിന്റെ പുറത്തുനിന്നുള്ള ഷോട്ട്. എന്നിട്ട് അവരിങ്ങനെ മിണ്ടാതെ പോകും, എന്നിട്ട് പരസ്പരം നോക്കും, എന്നിട്ട് അവരങ്ങ് പൊട്ടിച്ചിരിക്കും. ഈ ഒരു സംഭവം 4 or 5 സീനിൽ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അത് ശ്രുതിയും നമ്മുടെ ഇന്ദ്രയും തമ്മിലുള്ള 2 സീന്, വിൻസിയും ശ്രുതിയും തമ്മിലുള്ള 2 or 3 സീന്, സെയിം സംഭവം തന്നെ. ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കോമഡി ഒന്നും വർക്കൗട്ട് ആവാത്ത സാധനമാണ്, വീണ്ടും ഇത് ഇങ്ങനെ വെറുതെ റിപ്പീറ്റ് അടിച്ച് വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നല്ല സ്റ്റോറി ആയിരിക്കാം, അത് പ്രസന്റ് ചെയ്തപ്പോൾ കൊളായി പോയതാണോ ഒന്നും അറിയില്ല. ഇതിലെ പാട്ടുകളാണെങ്കിലും ഒരു ആവറേജ് ഫീൽ മാത്രം വന്നിട്ടുള്ള പാട്ടുകളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ 2 or 3 ലൈൻസ് പാടിയത് കുറച്ച് രസം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ മനസ്സിൽ നിൽക്കുന്ന പാട്ടൊന്നുമില്ല. അതിൽ ഏതോ ഒരു പാട്ട് അത് മനസ്സിൽ നിൽക്കുന്നില്ല, പക്ഷെ കേട്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊരു കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഒരു ആവറേജ് ഫീൽ മാത്രമാണ് തന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അങ്ങനെ ഓർത്ത് വെക്കാവുന്ന സംഭവങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ഇമോഷണലി നമ്മളെ കരയിപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ 1-2 സ്ഥലങ്ങൾ എനിക്ക് കുറച്ച് ഒരു കണക്ട് ആയത്, വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനത്തെ ഒരു വഴിയിലൂടെ ഞാനും എന്റെ ലൈഫിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഒരു കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ വില്ലന്മാര് ഭയങ്കര കോമഡി ആയിരുന്നു. വില്ലന്മാര് ഭയങ്കര കട്ട വില്ലന്മാരായിട്ട് കാണിച്ചിട്ട് ലാസ്റ്റ് അവരെ ഭയങ്കര കോമഡി ആക്കി കളഞ്ഞു. അതായത് ഇതിൽ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിന്റെ ഇരട്ട പേര് എന്ന് പറയുന്നത് ഷോക്ക് ഷിൻഡോ, ഷോക്കടിക്കും, ഷോക്ക് ഷിൻഡോ. അപ്പൊ ഷോക്ക് ഷിൻഡോ വന്നിട്ട് അവസാനം ഇവന്മാരെ ഒന്ന് പേടിപ്പിക്കുന്ന ഒരു സീനാണ്. അവിടെ ഇത്രയും ഭയങ്കര വില്ലന്മാരായിരുന്ന ഇവര് സാർ എന്ന് പറഞ്ഞിട്ട് സല്യൂട്ട് അടിക്കുന്ന സാധനമൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിലൊരു എന്റെ പുറകിലിരുന്ന ഒരു ഫാമിലി ഉണ്ട്. ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, ഒരു 2-3 ചേച്ചിമാരുണ്ടായിരുന്നു. ഒരു 45+ ഏജ് ഫീൽ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവര് ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യും, ചില സംഭവങ്ങൾ രസകരമായിട്ട് പറയും, ആകാംക്ഷയോടെ കുറെ ഡയലോഗ് പറഞ്ഞൊക്കെ ബേക്കുന്ന ഇങ്ങനെ കേൾക്കായിരുന്നു. പിന്നെ 1-2 സ്ഥലങ്ങൾ അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഫാമിലി എന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അത് കാണാൻ കുറച്ച് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്ക് അറിയില്ല. എനിക്ക് എന്തായാലും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്താ പറയാ, ഈ എന്റെ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഞാൻ പറയുന്നതുമായിട്ട് ഒരു സെയിം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പോണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, അപ്പൊ ഞാൻ പറയാൻ ആളല്ലല്ലോ. പക്ഷെ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ആൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താക്കാവുന്ന സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക.